NSS എല്ലാ കാലത്തും UDF-ലും വിശിഷ്യ കോൺഗ്രസിലുമൊക്കെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സംഘടന കൂടിയാണ്. ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മണ്ടത്തരം കൂടിയായിരിക്കും NSS-നെ പിണക്കുന്നത് എന്നുള്ളതാണ്. NSS-നേക്കാൾ വലുതല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്ന് വേണം കോൺഗ്രസ് മനസ്സിലാക്കാൻ. NSS-നെ പോലെ ഒരു സമുദായ സംഘടനയെ പിണക്കാൻ സാധിക്കില്ല. മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇവർ രാജിവെച്ച ഒഴിവിലേക്ക് എത്താൻ പോകുന്നത് KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ്. KB ഗണേഷ് കുമാറിനെ നമുക്കറിയാം, ഒരു സിനിമാ താരം കൂടിയാണ്. കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ മുൻപ് ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ വിവാദങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തികളും, അതായത് KSRTC-യിലടക്കം കൊണ്ടുവന്ന ചില മാറ്റങ്ങളെ കുറിച്ചുമൊക്കെ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടന്ന സംഭവമാണ്. എന്തായാലും KB ഗണേഷ് കുമാർ വീണ്ടും രണ്ടാം പിണറായി സർക്കാരിന്റെ 2.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മന്ത്രിയാകാൻ പോകുന്നത്. ഒരു ഇന്റർവെല്ലിന് ശേഷമാണ് അദ്ദേഹം മന്ത്രിയാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പ്രതിപക്ഷം നേരത്തെ തന്നെ KB ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഇതിൽ നിന്നും പിന്മാറണം. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ട KB ഗണേഷ് കുമാർ, ആ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ CBI റിപ്പോർട്ടിലും ഗണേഷ് കുമാറിന്റെ പങ്ക് വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുത് എന്നാണ് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് VD സതീശനും വീണ്ടും ആവശ്യപ്പെട്ടത്. നേരത്തെയും ഇത്തരത്തിൽ ഈ 2.5 വർഷമാകാൻ പോകുന്നു, KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഒക്കെ മന്ത്രിയാകും, അല്ലെങ്കിൽ മറ്റു ചിലർ മന്ത്രിയാകും എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ വന്ന സമയത്ത് തന്നെ, ഉമ്മൻചാണ്ടിയുടെ മരണമൊക്കെ നടന്ന സമയത്ത് തന്നെ ഈ ഒരു നീക്കങ്ങളൊക്കെ വന്ന സാഹചര്യത്തിലും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ K സുധാകരനുമൊക്കെ ഇക്കാര്യത്തിൽ രംഗത്ത് വന്നതാണ്. KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയാൽ വലിയ പ്രതിഷേധമുണ്ടാവുമെന്ന രീതിയിലൊക്കെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അവസാനമായി സ്ഥിരം കോൺഗ്രസുകാരുടെ ശൈലി പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്നു. ഇവരുടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല. നവകേരള സദസ്സ് പോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങും, ഈ ഡിസംബർ 29 നടക്കാനിരിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങും തങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് VD സതീശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ചിലപ്പോൾ ഈ KB ഗണേഷ് കുമാർ പങ്കെടുക്കുന്ന പരിപാടികൾ പോലും പ്രതിപക്ഷം ബഹിഷ്കരിച്ചേക്കും എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. പക്ഷേ ആനമണ്ടത്തരമാണ് KB ഗണേഷ് കുമാറിനെ ബഹിഷ്കരിക്കുന്നതിലൂടെ കോൺഗ്രസും അല്ലെങ്കിൽ വിശിഷ്യ UDF-ഉം നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ആ മണ്ടത്തരമാണ് നടക്കാൻ പോകുന്നത്. കാരണം KB ഗണേഷ് കുമാർ ഒരു വ്യക്തി മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹം ഒരു നടനാണ്. പക്ഷെ അതൊന്നും ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷേ അദ്ദേഹം NSS-ന്റെ ഡയറക്ട് ബോർഡിലെ ഒരു അംഗമാണ് എന്നുള്ളതാണ് കോൺഗ്രസുകാർ ഭയപ്പെടേണ്ടത്. NSS എല്ലാ കാലത്തും UDF-ലും വിശിഷ്യ കോൺഗ്രസിലുമൊക്കെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സംഘടന കൂടിയാണ്. അതുകൊണ്ട് തന്നെ NSS-നെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിനോ UDF-നോ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് അത് ആർക്കും, അരിയാഹാരം കഴിക്കുന്ന ആർക്കും തന്നെ വ്യക്തമാണ്. കാരണം നമുക്കറിയാം, ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ എത്തിച്ചതും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ കാരണമൊക്കെ അതിനെല്ലാം പിന്നിൽ സ്വാഭാവികമായും അന്ന് NSS-ന്റെ കളികളായിരുന്നു. രമേശ് ചെന്നിത്തലയെ 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചതൊക്കെ അന്ന്, അതായത് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് KPCC പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും NSS-ന്റെ നീക്കങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് NSS-നെ എന്തായാലും കോൺഗ്രസ് ഭയപ്പെടേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇടതുമുന്നണിയുടെ യോഗത്തിന് ശേഷം ഗണേഷ് കുമാർ പുറത്തു വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു. അതിനുശേഷം നേരെ ചെല്ലുന്നത് സുകുമാരൻ നായരെ കാണാനാണ്. അതുകൊണ്ട് തന്നെ ഈ സുകുമാരൻ നായർ പോലും ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹവുമായി നിയുക്ത മന്ത്രിയുമായി സംവദിക്കുന്നു, സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ ഭാവുകങ്ങളും ഗണേഷ് കുമാറിന് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം NSS ഇക്കാര്യം സ്വാഗതം ചെയ്തു എന്നാണ്. സുകുമാരൻ നായർ സ്വാഗതം ചെയ്താൽ അത് NSS-ന്റെയും അഭിപ്രായമായി തന്നെ കണക്ക് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ തത്വത്തിൽ KB ഗണേഷ് കുമാറിനെ ഇനിയിപ്പോൾ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണെങ്കിൽ അത് NSS-നെ ആയിരിക്കും ബഹിഷ്കരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് രാഷ്ട്രീയം മാറും എന്നുള്ളതാണ് സംശയം. NSS-നെ ക്ഷണിക്കാതിരിക്കില്ല, NSS-ന്റെ നേതാക്കന്മാരെ ക്ഷണിക്കാതിരിക്കില്ല, സുകുമാരൻ നായരെ ക്ഷണിക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പ്രതിപക്ഷം പങ്കെടുക്കാതിരിക്കുക, അത് തുടക്കത്തിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ KB ഗണേഷ് കുമാറിനോട് പിന്നീട് അങ്ങോട്ട് സഹകരിക്കില്ല എന്ന രീതിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് ഉരുത്തിരിയും. NSS ചിലപ്പോൾ മറുകണ്ഠം ചാടും. അത് തന്നെയാണ് ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നത്. NSS ആകട്ടെ കോൺഗ്രസിനെ എപ്പോഴും ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു സമുദായ സംഘടനയാണ്. പല തിരഞ്ഞെടുപ്പുകളിലും NSS-ന്റെയും SNDP-യുടെയും ഒക്കെ
വോട്ടുകൾക്ക് വേണ്ടി നേതാക്കന്മാർ അവരുടെ ഈ അധ്യക്ഷന്മാരുടെ വീടുകളിലേക്ക് ചെല്ലുന്നതും അവിടെ പോയി അവരുടെ അനുഗ്രഹം വാങ്ങുന്നതുമൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. അത് മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ സംഘടനകളെ കാണാറുണ്ടെങ്കിലും എപ്പോഴും ഒരു UDF-നെ സഹായിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാടാണ് പലപ്പോഴും NSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ശക്തമായ ഒരു സംഘടന കൂടിയാണ് NSS. അപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പോലെയുള്ള ഇത്തരം ആഹ്വാനങ്ങൾ അത് കോൺഗ്രസിനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക, അതായത് കോൺഗ്രസിന് ഭൂഷണമാകില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എപ്പോഴും സമദൂര നിലപാടാണ് തങ്ങൾക്ക് എന്നാണ് NSS പറയാറുള്ളെങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിശിഷ്ട UDF-ന് പിന്തുണ പരസ്യമായി പറഞ്ഞ അല്ലെങ്കിൽ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് സുകുമാരൻ നായരായിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മറക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഞങ്ങൾക്ക് ഇന്ന ആളുടെ വോട്ട് ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടെന്നേ എന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, CPIM-ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് NSS-നെ പിണക്കുന്നത് കോൺഗ്രസിന്റെ അവസാന ആണിക്കൽ, പെട്ടിയിലെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിക്കലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മണ്ടത്തരം കൂടിയായിരിക്കും NSS-നെ പിണക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ പലരും ഈ കാര്യത്തിൽ പല രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വീക്ഷണം ചെയ്യുന്ന ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചിലരെങ്കിലും പറയുന്നുണ്ട് ഈ NSS-ന് ഇതൊന്നും ഏൽക്കില്ല, അതായത് KB ഗണേഷ് കുമാറിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഏൽക്കില്ല, അതെല്ലാം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല, കാരണം രാഷ്ട്രീയം വേറെയും സമുദായം വേറെയും എന്ന നിലയിലാണ് NSS നിൽക്കുന്നത്. പക്ഷേ അതൊരിക്കലുമല്ല. കാരണം ഈ NSS-ന്റെ ഡയറക്ടറായിരിക്കുമ്പോൾ മന്ത്രിയാകുന്നത്, അതായത് UDF-ന്റെ ഭരണകാലത്ത് ബാലകൃഷ്ണപിള്ള മന്ത്രിയായിട്ടുണ്ടെങ്കിൽ ഒരു CPIM അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ മുന്നണിയിൽ ആദ്യമായിട്ടായിരിക്കും NSS-ന്റെ ബോർഡിലുള്ള ഒരാൾ മന്ത്രിയാകുന്നത് എന്നുള്ള പ്രത്യേകത ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ മന്ത്രിയെ, ഇതിപ്പോൾ NSS-ന്റെ മന്ത്രിയെ അല്ലെങ്കിൽ NSS-ന്റെ മന്ത്രി എന്ന നിലയിലേക്ക് സമുദായത്തിന് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ മന്ത്രിയെ വിലക്കാനോ അല്ലെങ്കിൽ ആ മന്ത്രിയെ തടയാനോ ആ മന്ത്രിയെ കരിങ്കുടി കാണിക്കാനോ ആ മന്ത്രിയോട് സഹകരിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് NSS-ന് തന്നെയാണ് കൊള്ളുക. എന്തായാലും ഉമ്മൻചാണ്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്നാണല്ലോ KB ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണം, പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളതാണ്. ഈ ഗൂഢാലോചന, അതായത് പരാതിക്കാരിയുമായി ഉമ്മൻചാണ്ടിയുടെ പേര് പറയണം, ഉമ്മൻചാണ്ടിയെ കൂടുതൽ കേസുകളിലേക്ക് ഉൾപ്പെടുത്തണം എന്നൊക്കെ പരാതിക്കാരിയോട് ആവശ്യപ്പെട്ടത് ഈ KB ഗണേഷ് കുമാറാണ് എന്നുള്ളതാണ് ആരോപണം. ഈ കേസിൽ CBI-യുടെ റിപ്പോർട്ടിൽ കൃത്യമായി ഈ ഗൂഢാലോചനയിൽ KB ഗണേഷ് കുമാറിന് പങ്കുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നും ഈ പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ എന്തായാലും NSS-നെ പിണക്കുക അല്ലെങ്കിൽ NSS-യുമായുള്ള വർഷങ്ങളായുള്ള ആത്മബന്ധം ഇല്ലാതാക്കുക എന്നുള്ളത് കോൺഗ്രസിന് സാധിക്കുമോ എന്നറിയില്ല. NSS-നേക്കാൾ വലുതല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്ന് വേണം കോൺഗ്രസ് മനസ്സിലാക്കാൻ. കാരണം ഇനി അങ്ങോട്ട് രാഷ്ട്രീയമാണ്, അത് കാലത്തിനൊപ്പം സഞ്ചരിക്കുക. രാഷ്ട്രീയക്കാർക്ക് പറയാറുണ്ട്, പലപ്പോഴും എല്ലാവരും പറയാറുണ്ടല്ലോ, രാഷ്ട്രീയം എന്നുള്ളത് കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിര ശത്രുക്കളില്ല, മിത്രങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴും NSS-നെ പോലെ ഒരു സമുദായ സംഘടനയെ പിണക്കാൻ സാധിക്കില്ല. അപ്പോൾ സമസ്തയടക്കമുള്ള സംഘടനകൾ കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും ലീഗിൽ നിന്നും ഒക്കെ അകന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു സമുദായ സംഘടന കൂടി കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും പോകുന്നത്. അത് ഒരു കാലത്തും കോൺഗ്രസ് ഭൂഷണമല്ല, അത് അപകടം വിളിച്ചു വരുത്തലാണ്.